നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പബ്ലിക് ഡെപ്റ്റ് ആൻഡ് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം പബ്ലിക് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളുടെ സൊസൈറ്റി എക്കോണമി എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സോഷ്യൽ വെൽഫെയറിൻ്റെ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനെ കണക്കിലെടുത്തിട്ടാണ് എക്കണോമിക് പ്രവൃത്തികളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സമൂഹത്തിൻ്റെ വെൽഫെയറിന് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ ആ ഓരോ വെൽഫെയർ ആക്ടിവിറ്റിക്കും അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിന് അതിൻ്റെ തക്കതായ റവന്യൂ ഇല്ലാത്ത സമയത്ത്, വരുമാനമില്ലാത്ത സമയത്ത്, വരുമാനം കുറവും ചിലവ് കൂടുതലുമുള്ള ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് മറ്റ് ഏജൻസിയിൽ നിന്നോ അല്ലെങ്കിൽ വിത്തിൻ ദ കൺട്രി അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ കൺട്രിയിലോ കടമെടുക്കുന്നുണ്ട്. ഇതിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. Public debt refers to the loan raised by the government within the country or the form of promise outside the country. പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു തരം ലോണാണ്. ഗവൺമെൻറ് അവരുടെ കൺട്രിയിൽ നിന്ന് തന്നെ കടമെടുക്കുന്ന ഒരു ലോണോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന ഒരു പ്രോമിസ് കൊടുത്തിട്ട്, അതായത് റീപേ ചെയ്യും എന്നുള്ളൊരു പ്രോമിസിലൂടെ ഔട്ട്സൈഡ് ദ കൺട്രിയിൽ നിന്നും കടമെടുക്കുന്നുണ്ട്. ഇതിനെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരം ഡെഫിനിഷനാണ് താല്പര്യപ്പെടുന്നത്. ഫിലിപ്പ് ഇ ടൈലറിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ദ ഡെപ്റ്റ് ഈസ് ദ ഫോം ഓഫ് പ്രോമിസസ് ബൈ ട്രഷറി ടു പേ ദ ഹോൾഡർ ഓഫ് ദീസ് പ്രോമിസസ് എ പ്രിൻസിപ്പൽ സം മോസ്റ്റ് ഇൻസ്റ്റൻസ് ഇൻട്രസ്റ്റ് ഓൺ ദാറ്റ് പ്രിൻസിപ്പിൾ. അതായത് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോമിസ് ടു പേ ആയിട്ട് നമ്മൾ തിരിച്ച് നൽകുമെന്ന് പ്രിൻസിപ്പൽ അമൗണ്ടോടുകൂടി നമ്മൾ തിരിച്ച് നൽകുമെന്ന് പ്രോമിസ് ചെയ്യുന്നതോടുകൂടി കടമെടുക്കുന്നതിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫിൻലി ഷീറസ് എന്ന് പറയുന്ന പ്രകാരം നാഷണൽ ഡെപ്റ്റ് ഈസ് ദ ഡെപ്റ്റ് വിച്ച് ദ സ്റ്റേറ്റ് ഓസ് ടു ഇറ്റ്സ് സബ്ജക്റ്റ് ഓർ നാഷണൽസ് ഓഫ് അതർ കൺട്രീസ്. നാഷണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് കടമെടുക്കൽ തന്നെയാണ്. സ്റ്റേറ്റിൽ നിന്ന് തന്നെ അത് തിരിച്ചടയ്ക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥനാണ്. ആൻഡ് ഈ ഇന്ത്യ എപ്പോഴും വെൽഫെയറിനെ കണക്ക് കൂട്ടിയിട്ടാണ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. ആ എക്സ്പെൻഡിച്ചർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക് ഡെപ്റ്റ് എടുക്കുന്നത്. ഇന്ത്യ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഡെപ്റ്റ് ഇന്ത്യയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്, പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് പോസിബിൾ അത് ലോവസ്റ്റ് ആയിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പബ്ലിക് ഡെപ്റ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ നിൽക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ പ്രകാരം 2015 പബ്ലിക് ഡെപ്റ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലയബിലിറ്റി ആയിട്ട് ബാധ്യതയായിട്ട് വരുന്നത് 62.78 ലക്ഷം കോടി രൂപയാണ് 2015 എന്നുള്ള കാലഘട്ടത്തിൽ. ഇത് തന്നെ 2018 ആയപ്പോൾ അത് 83.40 ലക്ഷം കോടി, അതായത് ഈ പറയുന്നത് ലക്ഷം ക്രോറിൻ്റെ കണക്കാണ്. അപ്പോൾ ആ കണക്ക് കാണിക്കുന്നുണ്ട്. ആദ്യം 62.78 ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 83.40 എന്നുള്ള ലെവലിലായി. ഇത്രയും കോടികളുടെ ഡിഫറൻസാണ് വരുന്നത്. ഏകദേശം ഒരു 20 കോടിയുടെ 20 ലക്ഷം കോടിയുടെ ഇൻക്രീസസ് ആണ് പബ്ലിക് ഡെപ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് 2015 to 2018 എന്നുള്ള കാലഘട്ടത്തിൽ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്, എന്തൊക്കെ കൊണ്ടാണ് ഒബ്ജക്റ്റീവ് എടുക്കുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഡെപ്റ്റ്. നമ്മളിത് ഫസ്റ്റ് എടുക്കുന്നത് ടു ബ്രിഡ്ജ് ദ ലാഗ് ബിറ്റ്വീൻ ഷോർട്ട് ടേം റവന്യൂസ് കളക്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഇപ്പോൾ റവന്യൂവും എക്സ്പെൻഡിച്ചറും, വരവും ചെലവും തമ്മിലുള്ള ആ ഷോർട്ട് ടേം ചെറിയ കാലയളവിലുള്ള ഡിഫറൻസസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെപ്റ്റ് എടുക്കുന്നത്. ഇപ്പോൾ ഈ ഷോർട്ട് ടേം റവന്യൂ കുറവും ചിലവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത്, നമ്മളിപ്പോൾ സാധാരണ ജനങ്ങളാണെങ്കിൽ ആ സമയത്ത് ചിലവ് മാനേജ് ചെയ്യാൻ വേണ്ടി കടം എടുക്കും. അതുപോലെ ഗവൺമെൻറ്റും എടുക്കുന്നുണ്ട്. ഇതൊരു കാരണമാണ്. രണ്ടാമത്തേത് ടു മെയിൻറ്റെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. എക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എക്കണോമി എപ്പോഴായിരിക്കും സ്റ്റേബിൾ അല്ലാതിരിക്കുന്നത്, സന്തുലിതാവസ്ഥയിലല്ലാത്തത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഉള്ള സിറ്റുവേഷനിലാണ്. ഇൻഫ്ലേഷനുള്ള സമയത്താണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യുന്നു. ഡീഫ്ലേഷനുള്ള സമയത്താണെങ്കിൽ ജനറൽ പ്രൈസ് ലെവൽ കണ്ടിന്യൂസ് ആയി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ എക്കോണമീനെ സ്റ്റേബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റേബിളാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ധാരാളം ചെലവുകൾ നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതുമൂലവും പബ്ലിക് ഡെപ്റ്റ് ഉണ്ടാവാറുണ്ട്. ആൻഡ് തേർഡ് വൺ ടു ഫിനാൻസ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്സ്. ധാരാളം, ഞാൻ നേരത്തെ പറഞ്ഞു, രാജ്യത്തിൻ്റെ വെൽഫെയറെ കണക്കിലെടുത്തി ഒരുപാട് പ്രോഗ്രാംസുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ്
ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നതിലൂടെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ബെറ്റർ ആവും. അപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ധാരാളം പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിനും ഒരുപാട് എക്സ്പെൻഡിച്ചറുടെ ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും പബ്ലിക് ഡെപ്റ്റ് എടുത്തിട്ട് ചെയ്യാറുണ്ട്. ടു വാർ ഫിനാൻസ്, നാലാമത്തെ ഒബ്ജക്റ്റീവ്. നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു പെട്ടെന്നുള്ള അൺസർട്ടൻ ആയിട്ടുള്ള വാർ വരികയാണെന്നുണ്ടെങ്കിൽ ആ വാറിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള ബാധ്യതകൾ തീർക്കാനൊക്കെ വേണ്ടിയിട്ട് ഡെപ്റ്റ് എടുക്കാറുണ്ട്. അത് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺ അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ആർമി, ഇതിനൊക്കെ വേണ്ടിയിട്ട് കടമെടുക്കാറുണ്ട് എക്സ്പെൻഡിച്ചർ കൂടുന്ന സമയത്ത്. ആൻഡ് ടു ക്രിയേറ്റ് സോഷ്യൽ ഓവർഹെഡ്, നേരത്തെ പറഞ്ഞ് പബ്ലിക് വെൽഫെയറിനൊക്കെ എഴുതിയിട്ടാണ് എടുക്കുന്നത് പറഞ്ഞു. ഈ വെൽഫെയറിന് വേണ്ടിയിട്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊണ്ടുവരും. ലൈക്ക് റോഡ്, റെയിൽവേസ്, ബ്രിഡ്ജ്, ഇതൊക്കെ നിർമ്മിക്കും. ഇതൊക്കെ നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് ചിലവുണ്ട്, അതിനനുസരിച്ച് പക്ഷേ വരുമാനം ഉണ്ടാവില്ല. ആ സമയത്ത് ബോറോ ചെയ്തിട്ട് ഡെപ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്, ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്. നമ്മളിപ്പോൾ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്, മറ്റു പല എർത്ത് ഇന്ത്യൻ്റെ ലെവലിലാണെങ്കിൽ എർത്ത് സുനാമി, ദുരന്തം, ക്ഷാമം, ഇതൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കടമെടുക്കാറുണ്ട്, പബ്ലിക് ഡെപ്റ്റ് എടുക്കാറുണ്ട്. അതിനെയാണ് പറയുന്നത് ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ടു ഫിനാൻസ് എൻ്റർപ്രൈസസ്, എന്താണ്? പബ്ലിക് അതോറിറ്റി കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസിന് കടം കൊടുക്കാറുണ്ട്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക്, വാണിജ്യ മേഖലയിലുള്ള എൻ്റർപ്രൈസസിന് കടം കൊടുക്കാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഈ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ് ഉണ്ടാക്കുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് വിച്ച് ഹെൽപ്പിംഗ് ടു ഡിഫൻസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഫുഡ്, സാനിറ്റേഷൻ തുടങ്ങിയവയ്ക്ക്. അപ്പോൾ ഇതിനൊക്കെ ഡിഫൻസ്, ഹെൽത്ത്, എഡ്യൂക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസിനെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഫിനാൻസ് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടും പബ്ലിക് ഡെപ്റ്റ് എടുക്കാറുണ്ട്. ടു ലോഞ്ച് വെൽഫെയർ പ്രോഗ്രാംസ്, ധാരാളം വെൽഫെയർ പ്രോഗ്രാംസ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത് മാത്രമല്ല, അപ്പോൾ അത് ലോഞ്ച് ചെയ്യുന്നതിനും അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതിനെ വീണ്ടും വാല്യുവേഷൻ ചെയ്യുന്നതിനും ഇതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ട്. ലൈക്ക് MGNERG, അതായത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ പോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അത് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ധാരാളം പൈസ ആവശ്യമാണ്. അപ്പോൾ ആ സമയത്തും പബ്ലിക് ഡെപ്റ്റ് എടുക്കാറുണ്ട്. ടു എക്സ്പാൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസ്, നമ്മുടെ ഇന്ത്യ പോലുള്ള ഇതിൽ ഹെൽത്തിൻ്റെയും എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തതിന് ക്വാളിറ്റി കൂടണം എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ആ സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ എക്സ്പെൻസസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ സാഹചര്യത്തിലും കടമെടുക്കാറുണ്ട്. ടു കണ്ടക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റി, അതിന് റിസർച്ച്, പല മേഖലകളിലും റിസർച്ച് അനിവാര്യമായിട്ടുണ്ടാകും. ഈ റിസർച്ച് അനിവാര്യമായ മേഖലകൾ എന്ന് പറയുമ്പോൾ സ്പേസ്, ഡിഫൻസ് ഏരിയ, ബയോടെക്നോളജി, മെഡിക്കൽ ഓറിയൻറ്റഡ് ടെസ്റ്റസ്, ഇന്നോവേഷൻസ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും കൂടുതൽ അറിവ് നമുക്ക് നേടണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫെലോഷിപ്പായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഫിനാൻസിങ് ഏരിയാസും വരുന്നുണ്ട് അതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് ഡെപ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് ഡെപ്റ്റ്. പബ്ലിക് ഡെപ്റ്റിൻ്റെ ഫസ്റ്റത്തെയാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഡെപ്റ്റ്. ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് ലോൺ ഫ്ലോട്ടഡ് വിത്ത് ദ കൺട്രി. അതായത് നമ്മൾ ഇൻറ്റേർണൽ ഡെപ്റ്റ് എടുക്കുന്നത് വിത്തിൻ ദ കൺട്രിയിലായിരിക്കും, നമ്മുടെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ കടമെടുക്കുന്നതിനാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്നും വാങ്ങിക്കാം, ഒരു ബാങ്കിൽ നിന്നും വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റൈറ്റിയിൽ നിന്നും കടം വാങ്ങിക്കാം. ഇതിനെ ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി, ആ രാജ്യത്തിൻ്റെ ബൗണ്ടറീൻ്റെ ഉള്ളിൽ തന്നെ കടമെടുക്കുന്നതിനാണ് ഇൻറ്റേർണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടഡ് ഔട്ട്സൈഡ് ദ കൺട്രി. നമ്മൾ പബ്ലിക് ലോൺ എടുക്കുന്നത് ഇന്ത്യൻ്റെ പുറത്തുള്ള കൺട്രി, അതായത് ആ രാജ്യത്തിൻ്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കും കടം എടുക്കുന്നുണ്ടാവുക. ഇതിനെയാണ് എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് എക്സ്റ്റേണൽ ഡെപ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് IMF, IBRD, ADBs ഒക്കെ തുടങ്ങിയവയാണ്.
ഇപ്പോൾ IMF പറയുന്നത് എന്താണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഇതിൽ നിന്നൊക്കെ ഇന്ത്യക്ക് പബ്ലിക് ഡെപ്റ്റ് കൂടുതലുള്ള സമയത്ത് എക്സ്റ്റേണൽ ഡെപ്റ്റ് എടുക്കാം. അപ്പോൾ നമുക്കിത് ഫോറിൻ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് കടം വാങ്ങിക്കാം, ഫോറിൻ ഇൻഡിവിജ്വൽസിൽ നിന്നും കടം എടുക്കാം. ഒരു പ്രോമിസ് കൊടുത്തിട്ടായിരിക്കും ഇത് റീപേയ്മെൻറ്റ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പോട് കൂടിയാണ് നമ്മൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് എടുക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്. Productive debt are those debt which are utilized for the project which yield income to the government. നമ്മളിപ്പോൾ പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ആ കടം എടുത്തിട്ട് ചെയ്യുന്ന ആ പ്രൊജക്റ്റ് കൊണ്ട് ഫ്യൂച്ചറിൽ ഭാവിയിൽ നമുക്കൊരു ഇൻകം ഉണ്ടാകുന്നു, ഗവൺമെൻറ്റിന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലുള്ള ഡെപ്റ്റുകളെയാണ് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കടം എടുത്തിട്ട് ആ കടത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് ഭാവിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇൻഡസ്ട്രിയൽ സെക്ടർ ആക്ടിവിറ്റീൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന കടം, അഗ്രികൾച്ചർ സെക്ടർ ഫീൽഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്, റോഡ്, റെയിൽവേ, പവർ, സിമെൻറ്റ്സ് തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുക്കുന്ന കടങ്ങളെല്ലാം പ്രൊഡക്റ്റീവ് ഡെപ്റ്റാണ്. അത് കുറച്ച് കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് അതിന് ഇൻകമായിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായിരിക്കും അപ്പോൾ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ്? ദോസ് വിച്ച് ഡു നോട്ട് yield എനി ഇൻകം, അതിൽ നിന്നും ഒരു ഇൻകവും പിന്നീട് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ കടമെടുത്തിട്ട് ആ സിറ്റുവേഷൻ മാനേജ് ചെയ്തു, പക്ഷെ അതിൽ നിന്നും നമുക്ക് ഭാവിയിൽ ഒന്നും തന്നെ തിരിച്ച് കിട്ടുന്നില്ല, ഇൻകമായിട്ട് തിരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വാർ ഫിനാൻസ് ഒക്കെ ഇതിനുള്ളൊരു ഉദാഹരണമാണ്. അതായത് ഒരു യുദ്ധം നടന്നതിന് ശേഷം അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കടമെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ അൺപ്രൊഡക്റ്റീവ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇതിനെ ഡെഡ് വെയ്റ്റ് ഡെപ്റ്റ് എന്നും പറയുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ എടുക്കുന്ന കടങ്ങൾ റീപേ ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ബേർഡൻ ആയിരിക്കും രാജ്യത്തിന്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബേർഡൻ ആയിരിക്കും. ടാക്സ് പേയേഴ്സിനൊക്കെ ഇത് കൂടുതൽ എമൗണ്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതാണ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റ്. ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്, അത് അടച്ചു തീർക്കേണ്ട കാലയളവിനനുസരിച്ചിട്ടാണ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം, മീഡിയം ടേം എന്നൊക്കെ പറയുന്നത്. ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് 3 മാസം മുതൽ 9 മാസം വരെയുള്ള കാലയളവിന് എടുക്കുന്ന ഡെപ്റ്റുകളെയാണ്, കടമെടുക്കുന്നതിനെയാണ് ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ 3 മാസം തൊട്ട് 9 മാസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അടക്കം ഇൻട്രസ്റ്റും അടച്ചു തീർക്കണം. ഇത് ഇത്രയും ചെറിയ കാലയളവിൽ തന്നെ ആയതുകൊണ്ട് ഇതിനെ ഇൻട്രസ്റ്റ് പലിശയായി കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഇതിന് ഉദാഹരണമാണ് ട്രഷറി ബില്ല്, അഡ്വാൻസ് ഫ്രം ദ സെൻട്രൽ ബാങ്ക് തുടങ്ങിയവ. ഇനി ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് 10 വർഷമോ അതിൽ മേലോ അതിൽ കൂടുതലോ ഉള്ള അത്രയും കാലയളവിനാണ് ആ ഡെപ്റ്റ് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തിരിച്ചടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ഡെപ്റ്റ് ഇത്രയും വലിയ കാലയളവിനായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. മീഡിയം ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് 1 വർഷം മുതൽ 10 വർഷത്തിൻ്റെ ഉള്ളിൽ എടുക്കുന്നതിനെയാണ് നമ്മൾ മീഡിയം ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഫണ്ടഡ് ഡെപ്റ്റ് ആൻഡ് അൺഫണ്ടഡ് ഡെപ്റ്റ്. ഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഡെപ്റ്റ് തന്നെയാണ്. ഒരു ആഫ്റ്റർ 1 ഇയറിന് ശേഷം അത് അടച്ചാൽ മതി. ഇതിൽ മോസ്റ്റ് ഓഫ് ഏരിയയിലും ഇത് റിഡീമബിൾ അറ്റോൾ, നോട്ട് റിഡീമബിൾ അറ്റോൾ, അത് തിരിച്ച് അടയ്ക്കാതിരിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ആൻഡ് അൺഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് ഓഫ് വിത്തിൻ എ ഇയർ, 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ, വിത്തിൻ ദ ഇയറിൽ തന്നെ അത് തിരിച്ച് പേ ചെയ്യണം. ട്രഷറി ബില്ലൊക്കെ അൺഫണ്ടഡ് ഡെപ്റ്റിന് ഒരു ഉദാഹരണമാണ്. ഈ ഡെപ്റ്റ് എടുക്കുന്നത്, അൺഫണ്ടഡ് ഡെപ്റ്റ് എടുക്കുന്നത് 3 മാസം തൊട്ട് 6 മാസത്തിൻ്റെ ഉള്ളിൽ റീപേയ്മെൻറ്റ് ചെയ്യണം. അതായത് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ അടയ്ക്കേണ്ടത് കൊണ്ട് തന്നെ ഇതൊരു ടെമ്പററി ഗ്യാപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഡെപ്റ്റാണ് ഈ അൺഫണ്ടഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. റിഡീമബിൾ ഡെപ്റ്റ് ആൻഡ് ഇർറിഡീമബിൾ ഡെപ്റ്റ്. റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഗവൺമെൻറ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, ഇത് ഫ്യൂച്ചറിൽ റീപേ ചെയ്തോളാം, ഈ ഫ്യൂച്ചർ ഡേറ്റിൻ്റെ ഉള്ളിൽ ഈ ഡെപ്റ്റ്, ഈ കടമെടുക്കുന്നത് തിരിച്ചടച്ചോളാം എന്ന ഉറപ്പോടുകൂടി ഗവൺമെൻറ് കടമെടുക്കുന്നതിനാണ് റിഡീമബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ടെർമിനബിൾ ഡെപ്റ്റ് എന്നും പറയാറുണ്ട്. ഗവൺമെൻറ് പ്രോമിസസ് ടു പേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് വിത്ത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ കേസ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്. ഈ റിഡീമബിൾ ഡെപ്റ്റിൻ്റെ സമയത്ത് ഗവൺമെൻറ് ഒരു പ്രോമിസും നൽകുന്നുണ്ട്, ഈ പ്രിൻസിപ്പളിൻ്റെ അമൗണ്ടിൻ്റോട് കൂടി തന്നെ ഇൻട്രസ്റ്റും ഇതിനനുസരിച്ച് അടച്ചോളാം എന്ന്. ഇർറിഡീമബിൾ ഡെപ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? ഗവൺമെൻറ് ഇത് ഒരിക്കലും പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്യുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് റെഗുലറായിട്ട് അടച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അടയ്ക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാലാകാലത്തിൽ അടയ്ക്കും.
ഇതിന് കാരണം തന്നെ ഈ മെച്യൂരിറ്റി പീരീഡ് ഒരു ഫിക്സഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഫിക്സഡ് അല്ലാത്തതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് കൊടുക്കുന്നത് കുറവും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇനി മാർക്കറ്റബിൾ ആൻഡ് നോൺ മാർക്കറ്റബിൾ പബ്ലിക് ഡെപ്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടായിരിക്കും കടമെടുക്കുക. ഗവൺമെൻറ് അവരുടെ സെക്യൂരിറ്റീസ് വെച്ചിട്ടായിരിക്കും കടമെടുക്കുക. ആ സെക്യൂരിറ്റീസ് പിന്നീട് ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ മാർക്കറ്റബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നു. അത് ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മാർക്കറ്റബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് ട്രഷറി ബില്ലും പ്രോമിസറി നോട്ടും. അപ്പോൾ എന്തായിരിക്കും നോൺ മാർക്കറ്റബിൾ ഡെപ്റ്റ് എന്ന് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ ചില സെക്യൂരിറ്റീസ് ഉണ്ട്, ലൈക്ക് പോസ്റ്റൽ സേവിങ്, പെൻഷൻ ഫണ്ട്, നാഷണൽ ഡിഫൻസ് സെക്യൂരിറ്റി. നാഷണൽ ഡിഫൻസ് സെക്യൂരിറ്റി ഒന്നും ഒരിക്കലും ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെയൊക്കെ നോൺ മാർക്കറ്റബിൾ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ്? നമ്മളിപ്പോൾ എല്ലാ വർഷവും യൂണിയൻ്റെയും ശരി സ്റ്റേറ്റിൻ്റെയും ശരി ബഡ്ജറ്റ് നടക്കാറുണ്ട്, ബഡ്ജറ്റ് സമ്മേളനം നടക്കാറുണ്ട്. ആ സമയത്ത് തന്നെ പത്രത്തിൽ ഒരുപാട് വരാറുണ്ട്, ഈ ബഡ്ജറ്റിൽ ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര ഓരോ സെക്ടറിന് കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഇത്രയ്ക്ക് ചിലവായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായിരിക്കും ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ശരിക്കും കിട്ടുന്നതുമായിട്ടുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറും അതിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എ ബഡ്ജറ്റ് ഈസ് ആൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആക്ച്വൽ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കിട്ടാനുള്ള വരുമാനത്തെയും എക്സ്പെക്റ്റ് ചെയ്യുന്ന വരുമാനത്തെയും എക്സ്പെൻഡിച്ചറിനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ചിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 112 അനുച്ഛേദം 112 ഇന്ത്യൻ ബഡ്ജറ്റിനെ പറ്റിയിട്ട് പറയുന്നത്. ബഡ്ജറ്റ് എന്ന വാക്ക് ഫ്രഞ്ച് വാക്കായ ബൊക്കേറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്. ഈ ബൊക്കേറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ സ്മോൾ ലെതർ ബാഗ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് പൊതുവെ നടക്കുന്നത് ഒരു ബാഗിലായിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ് കൊണ്ടുവരിക. അപ്പോൾ ആ സ്മോൾ ലെതർ ബാഗ് എന്നുള്ള അർത്ഥത്തിലാണ് ബൊക്കേറ്റ് എന്നുള്ള വാക്കെന്ന്, അതിൽ നിന്നാണ് ബഡ്ജറ്റ് എന്നുള്ള ടേം വന്നത്. ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരിക്കും. സാധാരണ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരിക്കും. അതുപോലെ തന്നെ റെയിൽവേ ബഡ്ജറ്റ് നടക്കാറുണ്ട്. ഈ റെയിൽവേ ബഡ്ജറ്റ് നിർമ്മിക്കുന്നത് പ്രിപ്പയർ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേ ആയിരിക്കും. നമ്മളിപ്പോൾ സ്റ്റേറ്റിൻ്റെ സെൻട്രലിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബഡ്ജറ്റ് നടക്കാറുണ്ട്. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 202 അനുച്ഛേദം 202 സ്റ്റേറ്റിൻ്റെ ബഡ്ജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ബഡ്ജറ്റ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രെയിം ഓഫ് പബ്ലിക് ഫോർമേഷൻ. ഫ്രെയിം ഫോർ പബ്ലിക് ഫോർമേഷൻ എന്ന് പറയുന്നത് പോളിസി ഫോർമേഷന് വേണ്ടിയിട്ടുള്ളൊരു ഫ്രെയിം വർക്കാണ്, ഒരു ചട്ടക്കൂടാണ്. പോളിസി പുതിയതുണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കില്ല, അങ്ങനെയാണ് ബഡ്ജറ്റിനെ കണക്കാക്കുന്നത്. എ ബഡ്ജറ്റ് ഈസ് എ മീൻസ് ഓഫ് പോളിസീസ് ഇംപ്ലിമെൻറ്റേഷൻ. പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഗൈഡൻസ്, ഒരു നിർദ്ദേശങ്ങളായിട്ടും ഈ ബഡ്ജറ്റ് പ്രവർത്തിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. ബഡ്ജറ്റ് ഈസ് എ മീൻസ് ഓഫ് ലീഗൽ കൺട്രോൾ. ഇതൊരു ലീഗൽ കൺട്രോളാണ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്യാനും ഇംപ്രോപ്പറായിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും. ആൻഡ് ദ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ് മേ ബി എ സോഴ്സ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓൺ ദ പാസ്റ്റ് ആക്ടിവിറ്റീസ്, കറണ്ട് ഡിസിഷൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അതായത് ഒരു ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻ്റ്, ആ ബഡ്ജറ്റ് എഴുതുന്ന ആ പേപ്പർ എന്ന് പറയുന്നത്, ആ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. മുൻപത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും ഇപ്പോഴത്തെ ഡിസിഷൻസിനെ കുറിച്ചിട്ടും ആൻഡ് ഫ്യൂച്ചറിൽ ഇതുകൊണ്ടുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് സാധാരണ ജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് സഹായിക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഈസ് എ വൈറ്റൽ ടൂൾസ് ടു ബ്രിങ് എക്കണോമിക് സ്റ്റെബിലിറ്റീസ് ഇൻ ദ കൺട്രി. എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഈസ് ദ ബേസിസ് ഓഫ് പബ്ലിക് വെൽഫെയർ. പബ്ലിക് വെൽഫെയറിൻ്റെ ഒരു ബേസിസാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെഹിക്കിൾ ടു റെഡ്യൂസിങ് എക്കണോമിക് ഇന്നിക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് സഹായിക്കുന്നുണ്ട്. ടു കൺട്രോൾ റിസോഴ്സസ് ആൻഡ് ഫോർ അക്കൗണ്ടബിൾ. അതായത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആണ്. നമ്മൾ എത്ര ചിലവാക്കി, എന്ത് ചിലവാക്കി എന്ന്
ബഡ്ജറ്റ്, യൂണിയൻ ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബഡ്ജറ്റ് നടത്തുമ്പോൾ പറയണം. അതിനുശേഷം അത് ജനങ്ങളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ബഡ്ജറ്റിൻ്റെ സ്റ്റെപ്സ്, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റത്തേത് പ്രിപ്പറേഷൻ ഓഫ് ദ ബഡ്ജറ്റ്, എനാക്ട്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ്, എക്സിക്യൂഷൻ ഓഫ് ദ ബഡ്ജറ്റ്, പാർലമെൻ്ററി കൺട്രോൾ ഓവർ ഫിനാൻസ് ഓർ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അപ്പോൾ ഫസ്റ്റത്തെ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അപ്പോൾ അവരത് മുന്നത്തെ വർഷത്തെയും ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റും ഫ്യൂച്ചറിലെ പ്രോസ്പെക്ട്സും എല്ലാം അത് അടങ്ങുന്ന ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അത് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നു. എനാക്ട്മെൻറ്റ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആ ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം ജനറൽ ഡിസ്കഷൻ നടത്തുകയും വോട്ടിംഗ് ചെയ്യുകയും അത് വോട്ടിങ്ങിലൂടെ അത് ബില്ലാക്കി പാസ്സാക്കുകയും ചെയ്യുന്നു. അതിന് ഫിനാൻസ് ബില്ലാക്കിയിട്ട് അപ്രോപ്രിയേറ്റ് ബില്ലാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് എനാക്ട്മെൻറ്റ് ഓഫ് ബഡ്ജറ്റിൽ പറയുന്നത്. എക്സിക്യൂഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഓരോ വകുപ്പുകളും ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയും ആ വകുപ്പിൻ്റെ കീഴിൽ അവർ കറക്റ്റായിട്ടുള്ള കളക്ഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഫണ്ട് നടത്തുന്നു, ഫണ്ടുകൾ കളക്ട് ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ പാർലമെൻ്ററി കൺട്രോൾ ഓവർ ഫിനാൻസ് ഓർ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. നമ്മളിപ്പോൾ പറഞ്ഞു ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നതിൽ കൂടെ പറഞ്ഞു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതായത് എത്ര ചിലവായി, എങ്ങനെ ചിലവായി എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്ക് വേണം, പബ്ലിക് മണി ആയതുകൊണ്ട് തന്നെ. ആൻഡ് ഇത് പിന്നീട് ജനറൽ എല്ലാവർക്കുമായിട്ടും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. കീ കോൺസെപ്റ്റ് അബൌട്ട് യൂണിയൻ ബഡ്ജറ്റ്. ഫസ്റ്റത്തെ റവന്യൂ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ്. അതിൻ്റെ കീഴിൽ 2 പോയിന്റ് വരുന്നുണ്ട്, റവന്യൂ റെസിപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും. അതിൽ റവന്യൂ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ട് ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് ദ ഗവൺമെൻറ് ഏൺ ഓൺ എ ഡേ ടു ഡേ ബേസിസ് ആൻഡ് വാട്ട് ഇറ്റ് സ്പെൻഡ് ഓൺ ഡേ ടു ഡേ ബേസിസ്. റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കറണ്ട് അക്കൗണ്ട് പോലെ തന്നെയാണ്. ആ കറണ്ട് അക്കൗണ്ടിൽ ഗവൺമെൻറ്റിന് ദിവസവും കൂടുന്തോറും എത്ര കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര ചിലവാക്കുന്നുണ്ട് എന്നതിനെ പറ്റി കാണിക്കുന്നതിനാണ് റവന്യൂ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇതിൽ റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് കിട്ടുന്ന ഇൻകം, വരുമാനത്തെയാണ്. അതിന് ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. നികുതി അല്ലാത്തതിലൂടെയും കിട്ടുന്ന എല്ലാത്തിനെയും റവന്യൂ റെസിപ്റ്റിൽ വരുന്നുണ്ട്. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് മൊത്തം റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരും. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺസിസ്റ്റ് ഓഫ് ദ ക്യാപിറ്റൽ റെസിപ്റ്റ് ഓഫ് ദ പേയ്മെൻറ്റ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ലോങ് ടേം ഓപ്പറേഷന് വേണ്ടി നടത്തുന്ന, അതായത് ദീർഘകാല അളവിൽ ഗവൺമെൻറ് നടത്തിക്കൊണ്ട് വരുന്നതിൻ്റെ വരുമാനത്തിനെയും ചിലവിനെയായിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത് പൊതുവേ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ ബഡ്ജറ്റ് എന്തിനായിരിക്കും? അസറ്റിന്, രാജ്യത്തിൻ്റെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പൊതുവെ ഉപയോഗിക്കുന്നത്. ഇതിലതുപോലെ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലോൺ ആൻഡ് ബോറോയിങ്, കടം എടുക്കുന്നത്, റെസീപ്റ്റ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റെസീപ്റ്റ്സ്, ആൻഡ് റെസീപ്റ്റ്സ് ഫ്രം സെല്ലിംഗ് ഓഫ് അസറ്റ്സ് ബൈ ദ ഗവൺമെൻറ്റ്സ് ലൈക്ക് സെല്ലിങ്സ് ഓഫ് പ്ലാന്റ്സ്, മെഷീനറീസ് എക്സെട്ര. അതായത് പ്ലാൻസ്, അസറ്റ് ഗവൺമെൻറ്റിൻ്റെ അസറ്റുകൾ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസീപ്റ്റ്, ആൻഡ് റിക്കവറി ഓഫ് ലോണിൽ നിന്നും തിരിച്ചു കിട്ടുന്നത്, ഇതെല്ലാം തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്സിൽ വരുന്നതാണ്. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് റോഡ്, ഡാം, ബ്രിഡ്ജ് എക്സെട്ര, സ്പോർട്ട്. അതുപോലത്തെ ഗവൺമെൻറ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്, ഇപ്പോൾ റോഡ് നിർമ്മിക്കാൻ, ഡാം നിർമ്മിക്കാൻ, തുറമുഖം, പോർട്ടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി എടുക്കുന്ന ചിലവ് മൊത്തം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. ലോൺ ഗിവൺ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ്. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോൺ നൽകാറുണ്ട്, കടം നൽകാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്ക് നൽകാറുണ്ട്. ഇതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺസും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് റവന്യൂ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നുണ്ട്. അത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻഡിച്ചറും ഈക്വൽ ആകുന്ന അവസ്ഥയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിന് ആകെ കിട്ടുന്ന വരുമാനവും ഗവൺമെൻറ് ആകെ നടത്തുന്ന ചെലവും എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വലാണ്, സന്തുലിത അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സർപ്ലസ് ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം കൂടുതലും ഗവൺമെൻറ് നടത്തുന്ന ചെലവുകൾ കുറവുമുള്ള സിറ്റുവേഷനെയാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പൊതുവേ ഗവൺമെൻറ്റിന് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ടാവില്ല. വെൽഫെയറിന് ഊന്നൽ നൽകുന്ന ഒരു ഗവൺമെൻറ്റിന് എപ്പോഴും
സർപ്ലസ് ബഡ്ജറ്റ് എന്നുള്ളത് ഒരു കിട്ടാക്കനിയാണ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ്. എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്? നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, മൊത്തം ചിലവ് കൂടുതലും പക്ഷെ നമുക്ക് കിട്ടുന്ന വരുമാനം ആകെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടമെടുക്കുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസൊക്കെ പൊതുവേ ഫേസ് ചെയ്യുന്നത് ഡെഫിസിറ്റ് ഫിനാൻസ് ആണ്. ഇന്ത്യയും എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെഫിസിറ്റ് ഫിനാൻസിങ് ആണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ആദ്യം പബ്ലിക് ഡെപ്റ്റ് പറഞ്ഞു, അതിൻ്റെ ലക്ഷ്യം പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻസ്, ദെൻ ബഡ്ജറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സ്റ്റെപ്സ്, കീ കോൺസെപ്റ്റ്, മേജർ ടൈപ്സ്. അപ്പോൾ ഇത്രയാണ് നോക്കേണ്ടത്.